إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها المؤمنون عباد الله أوصيكم إياي أولا بتقوى الله സ്നേഹാദരണീയരായ ഈ മസ്ജിദിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള മുസ്ലിമീങ്ങളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തഖ്വ ചെയ്ത് അവനെ ഭയപ്പെട്ട് അവനിൽ വഴിപ്പെട്ട് ജീവിക്കണമെന്ന് സ്വന്തത്തോടേറെ ബാധ്യതയുള്ളതോടൊപ്പം നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു അതിനുള്ള മഹത്തായ തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഈ ഐഹിക ലോക ജീവിതത്തിലെ ഒരു മുസ്ലിമിന്റെ അല്ല ഒരു മനുഷ്യന്റെ പരമപ്രധാനമായ ലക്ഷ്യം അവൻ വെട്ടിപ്പിടിക്കേണ്ടുന്ന, അവൻ സ്വായത്തമാക്കേണ്ടുന്ന ഏറ്റവും വലിയ നേട്ടം, അവൻ സമ്പാദിക്കേണ്ടുന്ന ഏറ്റവും അമൂല്യമായ നിധി, അവൻ സാക്ഷാത്കരിക്കേണ്ടുന്ന ഏറ്റവും വലിയ യാഥാർത്ഥ്യം, ഇതിനെല്ലാം ഉത്തരം ഒരേ ഒരു കാര്യം മാത്രമാണ്. ഇസ്ലാമിന്റെ ഭാഷയിൽ തൗഹീദ് റബ്ബിൽ അർളി വസ്സമാവാത്ത്, ആകാശഭൂമികളുടെ റബ്ബായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ തൗഹീദ് അവൻ യാഥാർത്ഥ്യമാക്കുക, സാക്ഷാത്കരിക്കുക എന്നതാണ്. അതിനേക്കാൾ വലിയ നിധിയില്ല, അതിനേക്കാൾ വലിയ നേട്ടമോ ലക്ഷ്യമായി സ്ഥാപിക്കേണ്ടുന്ന കാര്യമോ ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ രക്ഷാകർതൃത്വത്തിലും അവന്റെ ആരാധ്യതയിലും അവന്റെ നാമഗുണ വിശേഷണങ്ങളിലും അവൻ മാത്രമാണ്, അവൻ ഏകനാണ് എന്ന തൗഹീദ് ഉൾക്കൊണ്ടുകൊണ്ട് വിനയവും താഴ്മയും കീഴ്വണക്കവും ഭയവും പ്രതീക്ഷയും സ്നേഹവുമെല്ലാം അല്ലാഹുവിന് നൽകുന്നത് പോലെ മറ്റാർക്കും നൽകാതിരിക്കുക. നിസ്കാരവും നോമ്പും ബലിയും നേർച്ചയും സുജൂദും റുക്കൂഉം ഹജ്ജും, ഇങ്ങനെ ആരാധനകളുടെ ഏതേത് അംശങ്ങളുണ്ടോ അത് വലുതാകട്ടെ ചെറുതാകട്ടെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം തിരിച്ചുവിടുക. പ്രാർത്ഥനയും സഹായത്തേട്ടവും ഭരമേൽപ്പിക്കലും രക്ഷാചോദ്യവും ശരണം പ്രാപിക്കലുമെല്ലാം അവനിലേക്ക് മാത്രം, അവനോട് മാത്രം. ഈ തൗഹീദ് സാക്ഷാത്കരിക്കുക എന്നതാണ് ഒരു മനുഷ്യന്റെ ജീവിത ലക്ഷ്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല സകല സൃഷ്ടികളെയും ജിന്നിനെയും ഇൻസിനെയും സൃഷ്ടിച്ചത് അതിനു വേണ്ടിയാണ്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അല്ലാഹു സകല അമ്പിയാക്കളെയും മുർസലീങ്ങളെയും നിയോഗിച്ചത് വ്യത്യസ്ത ജനപദങ്ങളിലേക്ക് വ്യത്യസ്ത കാലഘട്ടങ്ങളിലായി അവൻ പറഞ്ഞയച്ചത് അവന്റെ സന്മാർഗദർശനമായി വഹിയായി അവർക്ക് അധ്യാപനങ്ങൾ നൽകിയത്, മാലോകരിലേക്ക് അയച്ചത് ഈ തൗഹീദിന്റെ സംസ്ഥാപനത്തിനു വേണ്ടിയായിരുന്നു. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലൻ അൻ യഅ്ബുദുല്ലാഹ വജ്തനിബു ത്വാഗൂത്ത് വമാ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ.
ഒരു സമൂഹത്തിലേക്കും ഒരു റസൂലിനെയും അള്ളാഹു അയച്ചിട്ടില്ല. അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യണമെന്ന് ആ സമൂഹത്തോട് കൽപ്പിക്കാൻ, അവരതിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയല്ലാതെ വജ്തനിബു താഗൂത്ത്, അള്ളാഹുവിന് പുറമെ ഇബാദത്ത് ചെയ്യപ്പെടുന്നവരെ വെടിയണം, അവരെ ഒഴിവാക്കണം, അവരിൽ നിന്ന് ആരാധനകൾ അള്ളാഹുവിന് മാത്രം തിരിച്ചുവിടണം എന്ന പരമപ്രധാനമായ ഇസ്ലാമിന്റെ കാതലായ അടിത്തറയിലേക്ക് ക്ഷണിക്കാനാണ് അള്ളാഹു മുർസലീങ്ങളെ നിയോഗിച്ചത്, കിതാബുകൾ അവതരിപ്പിച്ചത്, നമ്മെ തന്നെ സൃഷ്ടിച്ചത്. നമ്മുടെ സൃഷ്ടിപ്പിന്റെ പിന്നിലുള്ള യുക്തിരഹസ്യവും അതാണ്. ഇത് നാം അറിയുന്ന, തിരിച്ചറിയുന്ന, മനസ്സിലാക്കിയവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലായി ജീവിച്ചു മരിക്കാനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇതാവർത്തിച്ച് നാം ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കണം. തൗഹീദ് അത് നമ്മൾ പുതുക്കിക്കൊണ്ടേയിരിക്കണം, അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കണം, പഠിപ്പിച്ചുകൊണ്ടേയിരിക്കണം. മടുക്കാതെ, ചടക്കാതെ, വെറുക്കാതെ, അലോസരപ്പെടാതെ നമ്മളത് മരണം വരെ പുതുക്കത്തോടെ, വെണ്മയോടെ, തിളക്കത്തോടെ, നവോന്മേഷത്തോടെ ഹൃദയത്തിലും ശരീരത്തിലും സന്നിവേശിപ്പിക്കണം. അവിടെയാണ് നമ്മുടെ വിജയം. എന്താണ് തൗഹീദിന്റെ നേട്ടങ്ങൾ? തൗഹീദ് അനുസരിച്ച് ജീവിച്ചു മരിക്കുന്ന ഒരു മുസ്ലിമിന് തൗഹീദ് നൽകുന്ന നേട്ടങ്ങൾ എണ്ണമറ്റതാണ്, കണക്കില്ലാത്തതാണ്. ഇതിടയ്ക്കിടെ നമ്മൾ ഓർമ്മപ്പെടുത്തണം. തൗഹീദിൽ അടിയുറച്ച് ജീവിക്കാൻ നമ്മെ അത് സഹായിക്കും. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഖുതുബയിൽ തൗഹീദ് അനുസരിച്ച് ജീവിക്കുന്നവർക്ക് ലഭിക്കുന്ന പ്രധാനപ്പെട്ട ചില നേട്ടങ്ങൾ എന്നെയും നിങ്ങളെയും ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, തൗഹീദുള്ളവർക്ക് ലഭിക്കുന്ന ഒന്നാമത്തെ നേട്ടം, അവൻ യഥാർത്ഥത്തിൽ ജീവിക്കുന്നവനാണ്. തൗഹീദുള്ളവനാണ് യഥാർത്ഥ ജീവിതം കാഴ്ചവെക്കാൻ സാധിക്കുക. ജീവിതത്തിന്റെ യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്നവർ, ശരിയായി ജീവിക്കുന്നവർ, ജീവനുള്ളവർ, അവർ മുവഹിദുകളാണ്, തൗഹീദുള്ളവരാണ്. തൗഹീദില്ലാത്തവർ അള്ളാഹുവിന്റെ ഏകത്വം തിരിച്ചറിയാതെ അവന് മാത്രം ആരാധനകൾ ഏതേതംശവും വകവെച്ച് നൽകാൻ ദൃഢനിശ്ചയം ചെയ്യാതെ തൗഹീദിനെതിരെ സഞ്ചരിക്കുന്നവരുടെ ജീവിതത്തെപ്പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഇൻഹും ഇല്ലാ കൽ അൻആം, അവരുടെ ജീവിതം നാൽക്കാലികൾക്ക് സമാനമാണ്, അവർ മൃഗതുല്യരാണ്. അല്ല ബൽഹും അളല്ലു സബീല, അവർ മൃഗങ്ങളെക്കാൾ, നാൽക്കാലികളെക്കാൾ, മിണ്ടാപ്രാണികളെക്കാൾ അധപ്പതിച്ചവരാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പറയുന്നു. പണ്ഡിതന്മാർ ഈ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ പറഞ്ഞു, ഇന്ന ഫാഖിദ തൗഹീദി മയ്യിത്തുൻ, തൗഹീദ് നഷ്ടപ്പെടുത്തിയവൻ, തൗഹീദിനെതിരെ നിന്നവൻ, അവൻ മയ്യിത്താണ്, ജീവിച്ചിരിക്കലും. അവൻ ജീവിക്കുന്നു, ശ്വസിക്കുന്നു, നടക്കുന്നു, ഇരിക്കുന്നു, സഞ്ചരിക്കുന്നു, സമ്പാദിക്കുന്നു. ദുനിയാവിൽ അവന്റെ ആയുസ് എത്ര നീണ്ടുപോയാലും ശരി, മയ്യിത്തുൻ. അള്ളാഹുവിന്റെ, ഖുർആനിന്റെ, ഇസ്ലാമിന്റെ ഭാഷയിൽ അവൻ മരിച്ചവന് സമാനനാണ്. വലൗ കാന യംശി അലൽ അർദ്, ഭൂമിയിലൂടെ അവൻ സഞ്ചരിക്കുന്നുണ്ടെങ്കിലും ശരി. എന്നാൽ തൗഹീദ് സാക്ഷാത്കരിച്ചവൻ, യഹ്യൽ ഹയാത്തുൽ ഹഖീഖിയ്യ, അവനാണ് യഥാർത്ഥത്തിൽ ജീവിക്കുന്നവൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിലേക്ക് ഹിദായത്ത് നൽകപ്പെട്ടവർ, കുഫ്റിൽ നിന്ന് തൗഹീദിലേക്ക്, ഈമാനിലേക്ക് അല്ലാഹു വെളിച്ചം നൽകിയവർ, അവരെ പറ്റി പറയവേ സൂറത്തുൽ അൻആമിൽ പറഞ്ഞില്ലേ, അവമൻ കാന മൈതൻ ഫഅഹ്യൈനാ, അവർ ജീവിച്ചിരിക്കാത്ത മരിച്ച മയ്യത്തിനെ പോലെയായിരുന്നില്ലേ, നിർജീവനായിരുന്നില്ലേ അവൻ. ഫഅഹ്യൈനാഹു, നാം അവന് ജീവൻ നൽകിയില്ലേ, നാം അവന് ജീവിതം നൽകിയില്ലേ. തൗഹീദ് നൽകിയവരെ പറ്റി, ഹിദായത്തിലായവരെ പറ്റി അല്ലാഹു പറയുകയാണ്, തൗഹീദിന് മുമ്പ്, ഹിദായത്തിന് മുമ്പ് ശിർക്കിലായിരിക്കെ, കുഫ്റിലായിരിക്കെ അവർ മയ്യിത്തായിരുന്നു, അവർ മയ്യിത്തായിരുന്നു. ഫഅഹ്യൈനാഹു, നാം അവർക്ക് ജീവൻ നൽകിയില്ലേ, ജീവിതം നൽകിയില്ലേ. അഹ്യൈനാഹു ബിൽ ഈമാനി വത്തൗഹീദ്, മുഫസ്സിരീങ്ങൾ വിശദീകരിക്കുന്നു, അവർക്ക് അല്ലാഹു ജീവൻ നൽകിയത്, ജീവിതം നൽകിയത് ഈമാൻ കൊണ്ടും തൗഹീദ് കൊണ്ടുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അൻഫാലിലൂടെ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ഇസ്തജീബൂ ലില്ലാഹി വലിർറസൂൽ ഇദാ ദഅാകും ലിമാ യുഹ്യീകും ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. മുഅ്മിനീങ്ങളെ, നിങ്ങൾ അല്ലാഹുവിലേക്കും റസൂലിലേക്കും ക്ഷണിക്കപ്പെട്ടാൽ, തൗഹീദിലേക്ക് ക്ഷണിക്കപ്പെട്ടാൽ, ഇസ്ലാമിലേക്ക് നിങ്ങൾ വിളിക്കപ്പെട്ടാൽ, അല്ലാഹുവിന്റെ ദീനിലേക്ക് നിങ്ങൾ ക്ഷണിക്കപ്പെട്ടാൽ, ഇദാ ദഅാകും ലിമാ യുഹ്യീകും, നിങ്ങൾക്ക് ജീവൻ നൽകുന്ന കാര്യങ്ങളിലേക്ക് നിങ്ങൾ വിളിക്കപ്പെട്ട, നിങ്ങൾ ഉത്തരം ചെയ്യണേ. തൗഹീദ്, ഈമാൻ, ഇസ്ലാം, ഹിദായത്ത്, അത് മനുഷ്യന് യഥാർത്ഥ ജീവിതം സമ്മാനിക്കുന്ന, അവന്റെ യഥാർത്ഥ ജീവൻ നിലനിർത്തുന്ന അമൂല്യമായ നിധിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല
ഈമാനിനെ തൗഹീദിനെ വിശേഷിപ്പിച്ചത് അപ്രകാരമാണ്. അതുകൊണ്ട് തൗഹീദുള്ളവരാണ് യഥാർത്ഥത്തിൽ ജീവിക്കുന്നത്. തൗഹീദുള്ളവർക്കാണ് യഥാർത്ഥ ജീവിതം കാഴ്ചവെക്കാൻ സാധിക്കുന്നത്. യഥാർത്ഥ ജീവിതം ആസ്വദിക്കണോ, തൗഹീദിലേക്ക് മടങ്ങുക, തൗഹീദ് സാക്ഷാത്കരിക്കുക. ഇതാണ് തൗഹീദിന്റെ ഒന്നാമത്തെ നേട്ടം. രണ്ടാമത്തെ കാര്യം, തൗഹീദുള്ളവർ അവർ സ്വസ്ഥതയിലും സമാധാനത്തിലും നിർഭയത്വത്തിലുമായിരിക്കും. നാടുകൾ നിർഭയത്വം കളിയാടുന്ന നാടുകളായി മാറണമെങ്കിൽ, രാജ്യങ്ങൾ സ്വസ്ഥതയും സമാധാനപൂർണവുമായ ഇടങ്ങളായി പരിവർത്തിപ്പിക്കപ്പെടണമെങ്കിൽ, മനുഷ്യരുടെ ഹൃദയങ്ങളിൽ റാഹത്തും സമാധാനവും സ്വസ്ഥതയും വീണ്ടെടുക്കപ്പെടണമെങ്കിൽ അവർ തൗഹീദിലേക്ക് മടങ്ങണം. അവർ തൗഹീദ് കാഴ്ചവെക്കുന്നവരാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. ഈമാനുള്ളവർ, തൗഹീദുള്ളവർ ആ ഈമാനിലേക്ക്, തൗഹീദിലേക്ക് ഏറ്റവും വലിയ ദുൽമായ, ഏറ്റവും വലിയ തിന്മയായ, അക്രമമായ, അനീതിയായ, അന്യായമായ, പാതകമായ ശിർക്ക് എന്ന മഹാപാതകം അതിനെ കൂട്ടിക്കലർത്താത്തവർ. ഇവിടെ പറഞ്ഞ ദുൽമിന്റെ അർത്ഥം ശിർക്ക് എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിൽ വിലക്കിയ, ഹറാമാക്കിയ, നിഷിദ്ധമാക്കിയ നിഷിദ്ധങ്ങളിൽ ഏറ്റവും വലിയ തിന്മ, ഏറ്റവും കൊടിയ പാതകം ശിർക്കാണ്. മഹാനായ ലുഖ്മാനുൽ ഹക്കീം റഹിമഹുല്ലാഹ് തന്റെ പൊന്നുമകനെ ചെറിയ കുട്ടിയായിരിക്കെ ഉപദേശിച്ചത് സൂറത്തുൽ ലുഖ്മാനിൽ അല്ലാഹു നമ്മെ പരിചയപ്പെടുത്തി, യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന ശിർക ലദുൽമുൻ അലീം. പൊന്നുമോനെ, നീ അല്ലാഹുവിനോട് ശിർക്ക് വെക്കരുത്. കാരണം ശിർക്കാണ് ഏറ്റവും കൊടിയ പാതകം, ഏറ്റവും വലിയ അക്രമം. ആ ശിർക്ക് എന്ന മഹാദുൽമ് തൗഹീദുമായി, ഈമാനുമായി കൂട്ടിക്കലർത്താത്തവർ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പറ്റി പറയുന്നു, അവർക്ക് വാഗ്ദാനം നൽകുന്നു, ഉലൈക ലഹുമുൽ അംൻ, അവർക്കാണ് നിർഭയത്വമുള്ളത്, അവർക്കാണ് സമാധാനം വീണ്ടെടുക്കാൻ സാധിക്കുന്നത്. വഹും മുഹ്തദൂൻ, അവരാണ് സന്മാർഗം പ്രാപിച്ചവർ, അവരാണ് വിജയതീരത്തോടടുക്കുന്നവർ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉണർത്തുന്നു. സഹോദരങ്ങളെ, ഇവിടെ മുസ്ലിം ഉമ്മത്തിന് നഷ്ടപ്പെട്ട അധികാരത്തെക്കുറിച്ച്, അവർക്ക് ഈ ദുനിയാവിൽ ഉണ്ടായിരുന്ന സ്വാധീനങ്ങളെക്കുറിച്ച്, അവരുടെ രാഷ്ട്രീയമായ പാരമ്പര്യത്തെക്കുറിച്ച് അയവറക്കുന്നവർ, അതിനെ വീണ്ടെടുക്കാൻ രാഷ്ട്രീയമായി സംഘടിക്കാനും മുസ്ലിം ഉമ്മത്ത് കക്ഷിഭേദമന്യേ ഒരുമിക്കാനും ആഹ്വാനം ചെയ്യുന്നവർ, അവർ മനസ്സിലാക്കേണ്ടുന്ന അടിസ്ഥാനപരമായ പാഠം തൗഹീദിന്റെ പാഠങ്ങളിൽ മഹത്തായ പാഠമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നൂറിൽ സംശയലേശമന്യേ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന മഹത്തായ പാഠം എന്താണത്? അല്ലാഹു പറയുന്നു, വഅദല്ലാഹു അല്ലദീന ആമനു മിൻകും വഅമിലുസ് സാലിഹാത്ത്, നിങ്ങൾ ഈമാനുള്ളവർ, തൗഹീദുള്ളവർ, കറകളഞ്ഞ തൗഹീദിൽ അടിയുറച്ചവർ, അതിന്റെ അടിസ്ഥാനത്തിൽ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നവർ, അവർക്കിത് അല്ലാഹു വാഗ്ദാനം നൽകുന്നു. അല്ലാഹുവിന്റെ വാഗ്ദാനം, അല്ലാഹുവിന്റെ ഓഫർ ഇവിടുത്തെ മാറിമറിഞ്ഞു വരുന്ന ഭരണകൂടങ്ങളുടെ മോഹന വാഗ്ദാനത്തിന് സമാനമല്ല. ന്യൂനപക്ഷത്തിന്റെ സംരക്ഷകരാണ് ഞങ്ങളെന്ന് സ്വയം അവകാശപ്പെട്ട് അധികാരം ലഭിച്ചു കഴിഞ്ഞാൽ ലവലേശം പോലും പരിഗണന നൽകാത്ത ഇവിടുത്തെ ഭൗതിക പ്രത്യയശാസ്ത്രങ്ങൾക്കുമേ പടുത്തുയർത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഗുണയില്ലാത്ത വാഗ്ദാനങ്ങളെ പോലെയല്ല അല്ലാഹുവിന്റെ വാഗ്ദാനം, ലോകറബ്ബിന്റെ വാഗ്ദാനം, ആകാശഭൂമികളെ പടച്ചവന്റെ വാഗ്ദാനം, മുഅ്മിനീങ്ങൾക്കുള്ള വാഗ്ദാനം. എന്താണ് വാഗ്ദാനം? ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർദ് കമാ ഇസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം, അവരുടെ മുൻപുള്ളവർക്ക് അധികാരം നൽകിയതുപോലെ, രാഷ്ട്രീയമായ സ്വാധീനം, പ്രാതിനിധ്യം നൽകിയതുപോലെ ഭൂമിയിൽ അവർക്ക് രാഷ്ട്രീയമായ പ്രാതിനിധ്യം നൽകുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ആർക്ക്? ഈമാനുള്ളവർക്ക്, മുഅ്മിനീങ്ങൾക്ക്, അല്ലാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കുന്നവർക്ക്. അവരുടെ മുൻഗാമികൾക്ക് അത് നൽകപ്പെട്ടിട്ടുണ്ട്. ഇല്ലേ? കണ്ടിട്ടില്ലേ? മശ്രിഖും മഗ്രിബും, ഭൂമിയുടെ കിഴക്കും പടിഞ്ഞാറും അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത്, എന്തിനേറെ പറയണം, ഈ ഇന്ത്യ മഹാരാജ്യത്ത് നൂറ്റാണ്ടുകളോളം ഇസ്ലാമിക ഭരണം നടന്ന പാരമ്പര്യം നമ്മൾ അയവിറക്കിയിട്ടില്ലേ? മുഗൾ ഭരണകൂടത്തിന്റെ കാലഘട്ടത്തിൽ മുൻഗാമികൾക്ക് നൽകപ്പെട്ടതുപോലെ ഈ ഭൂമിയിൽ അവർക്ക് പ്രാതിനിധ്യം നൽകുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, തീർന്നില്ല, വലയുമക്കിനന്ന ലഹും ദീനഹും അല്ലദീ ഇർതദാ ലഹും, അവർക്ക് നാം തൃപ്തിപ്പെട്ട ദീൻ, നാം അവർക്ക് തൃപ്തിപ്പെട്ട് നൽകിയ ദീൻ. അല്ലാഹു പറയുന്നു, ആ ദീനിന് മറ്റു ദീനുകൾക്ക് മുകളിൽ, മറ്റു ഭൗതിക പ്രത്യയശാസ്ത്രങ്ങൾക്ക് മുകളിൽ, മറ്റു ഇസ്ലാമികേതര ആദർശങ്ങൾക്ക് മുകളിൽ സ്വാധീനം ഞാൻ നൽകുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ രണ്ടാമത്തെ വാഗ്ദാനം. വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംന, മൂന്നാമതായി അല്ലാഹു ആയത്തിൽ പറയുന്നു,
അവരുടെ ഭയപ്പാടിന് ശേഷം ശത്രുക്കൾ അവരെ നാമാവശേഷമാക്കുന്ന ഭക്ഷണത്തളികളിലേക്ക് ആർത്തിരച്ചു വരുന്ന ചെന്നായ്ക്കളെ പോലെ, ആട്ടിൻകൂട്ടത്തിലേക്ക് ആർത്തിരച്ചു വരുന്ന ചെന്നായ്ക്കളെ പോലെ, വിശന്നു വലഞ്ഞ് ഭക്ഷണത്തളികയിലേക്ക് ആർത്തിരമ്പി വരുന്ന പട്ടിണിക്കോലങ്ങളെ പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ മുറുകെ പിടിക്കുന്ന മുസ്ലിമീങ്ങൾക്കെതിരെ ആർത്തിരമ്പി വരുന്ന ശത്രുക്കൾ, അവർക്കെതിരെയുള്ള ഭീതിതമായ അവസ്ഥ, അവരാൽ നഷ്ടപ്പെട്ട നിർഭയത്വം, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുശേഷം അവർക്കെതിരെ വിജയം നൽകുകയും നിർഭയത്വം നൽകുകയും ചെയ്യും. ഭയപ്പാടിന് ശേഷം അവർക്ക് നിർഭയത്വം പകരം നൽകുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. വീണ്ടും അല്ലാഹു ഈ മൂന്ന് കാര്യങ്ങൾ, ഭൂമിയിലെ അധികാരം, ഭയപ്പാടിന് ശേഷമുള്ള നിർഭയത്വം, ദീനിന് മറ്റേത് ദീനിനേക്കാളും സ്വാധീനം, ഇസ്ലാമിന് നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടെടുക്കാനുള്ള മാർഗം, അതിന്റെ നിബന്ധനയായി അല്ലാഹു വീണ്ടും ഈ ആയത്തിൽ ആവർത്തിക്കുന്നു. യഅ്ബുദൂനനി വലാ യുശ്രികൂന ബി ശൈഅ. അവരെനിക്ക് മാത്രം ഇബാദത്ത് ചെയ്യണം. എന്റെ തൗഹീദ് അംഗീകരിക്കുന്ന മുവഹിദുകളായവർ മാറണം. അല്ലാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യണം. വലാ യുശ്രികൂന ബി ശൈഅ. എന്നോട് യാതൊന്നിനെയും അവർ പങ്കു ചേർത്തേക്കരുത്. ശിർക്കിന്റെ ലാഞ്ചന പോലും അവർ പേരരുത്. അതാണ് നിബന്ധന. എങ്കിൽ നഷ്ടപ്പെട്ട അധികാരവും സ്വാധീനവും ദീനിന്റെ പ്രതാപവും നിർഭയത്വവും മുസ്ലിമീങ്ങൾക്ക് തിരിച്ചു വരും. ലോകത്ത് കളിയാടും. നാടും വീടും സമൂഹവും കുടുംബവും സമാധാന സ്വസ്ഥപൂർണമാകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വാഗ്ദാനം. തൗഹീദ് കൊണ്ടുള്ള നേട്ടമാണിത്. തൗഹീദ് കൊണ്ടുള്ള മഹത്തായ നേട്ടമാണിത്. നമ്മൾ മറന്നുകൂടാ. വമൻ കഫറ ബഅദ ദാലിക ഫഉലൈക ഹുമുൽ ഫാസിഖൂൻ. ഇതിനുശേഷവും ആരാണോ ധിക്കാരവും കുഫ്റും പ്രവർത്തിക്കുന്നത്, അല്ലാഹുവിന്റെ ദീനിന്റെ അധ്യാപനങ്ങൾക്കെതിരെ നടക്കുന്നത്, അവരാണ് ധിക്കാരികൾ, അവരാണ് അധർമ്മകാരികളെന്ന് അല്ലാഹു നമ്മെ താക്കീത് ചെയ്യുന്നു. സഹോദരങ്ങളെ, ഇതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, തൗഹീദുള്ളവർ, അവർക്കാണ് ദുനിയാവിൽ സ്വസ്ഥമായ ജീവിതം നയിക്കാൻ സാധിക്കുക. വ്യക്തിഗതമായി ഓരോരുത്തരും അനുഭവിക്കുന്ന സ്വസ്ഥത അത് മറ്റൊരാൾക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കുകയില്ല. എനിക്ക് സമാധാനം നഷ്ടപ്പെട്ടാൽ, നിങ്ങൾക്ക് സമാധാനം നഷ്ടപ്പെട്ടാൽ നാം ഓരോരുത്തരും അതിന് കേഴുന്നവരാണ്, അപേക്ഷിക്കുന്നവരാണ്, ആഗ്രഹിക്കുന്നവരാണ്. നാം ഓരോരുത്തർക്കും വ്യക്തിഗതമായി നഷ്ടപ്പെടുന്ന സ്വസ്ഥതയും സമാധാനവും അത് പകരം നൽകാൻ ഒരു പടപ്പിനും സാധിക്കുകയില്ല. പടപ്പുകളെ പടച്ചറപ്പിലേക്ക് തിരിഞ്ഞാലല്ലാതെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മൻ അമില സാലിഹൻ മിൻ ദക്കറിൻ ഔ ഉൻസ. പെണ്ണാകട്ടെ ആണാകട്ടെ, അല്ലാഹുവിൽ ഈമാനുള്ള, വഹുവ മുഅ്മിനുൻ, ഈമാനുള്ള തൗഹീദുള്ള സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ, ഫലനഹ്യിയന്നഹു ഹയാതൻ ത്വയ്യിബ. അവർക്ക് ധന്യമായ, സ്വസ്ഥമായ, മനോഹരമായ നല്ല ജീവിതം നാം അവർക്ക് വേണ്ടി ജീവിപ്പിക്കും. അവരെ നല്ല ജീവിതത്തിൽ നാം ജീവിപ്പിക്കും എന്ന് അല്ലാഹു പറയാണ്. ഈ ആയത്തിനെ വിശദീകരിക്കുക പണ്ട് നാം പറയുന്നു, ദുനിയാവിൽ വിഷമങ്ങളില്ലാതെ, ആധിയില്ലാതെ, വ്യാധിയില്ലാതെ, ആകുലതകളില്ലാതെ, ഉത്കണ്ഠകളില്ലാതെ, ഭാവിയെക്കുറിച്ചുള്ള അനാവശ്യമായ ആശങ്കകളില്ലാതെ, ഡിപ്രഷൻ അടിമപ്പെടാതെ, ആത്മഹത്യാ മുനമ്പിൽ ചിന്തകൾ പ്രതിഷ്ഠിക്കാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ നൽകുന്ന സമാധാന സമ്പൂർണമായ ധന്യമായ ജീവിതം ആഗ്രഹിക്കുന്നവരെ ഇത് അല്ലാഹു പറയുന്നു, മുഅ്മിനാകുക നിങ്ങൾ, തൗഹീദ് മുറുകെ പിടിക്കുക നിങ്ങൾ, അതിന്റെ അടിസ്ഥാനത്തിൽ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുക. വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. നാളെ ആഖിറത്തിൽ അവർ പ്രവർത്തിച്ചതിന് ഏറ്റവും നല്ല പ്രതിഫലം അല്ലാഹു അവർക്ക് ആഖിറത്തിൽ നീട്ടി നൽകുന്നതാണ്. ആഖിറത്തിൽ എന്തായാലും അവർക്ക് വിജയം ഉറപ്പാണ്. ദുനിയാവിലും സമാധാന സമ്പൂർണമായ ജീവിതം. അവർ ദരിദ്രനാണെങ്കിലും കൂലിവേലക്കാരനാണെങ്കിലും അന്നന്നത്തേക്കുള്ള വക കൊണ്ട് മാത്രം ജീവിക്കുന്നവനാണെങ്കിലും ശരി, പണ്ഡിതന്മാർ ഈ ആയത്തിനെ വിശദീകരിക്കാൻ പറഞ്ഞു, മനസ്സ് നിറയെ ധന്യതയായിരിക്കും, ഖൽബ് നിറയെ സമ്പത്തായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനാണ് അവൻ ഏറ്റവും പ്രാമുഖ്യം നൽകുന്നത്. തൗഹീദാണ് അവനെ സമ്പന്നനാക്കിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വസ്ഥതയും സമാധാനവും വ്യക്തികൾക്ക് വീണ്ടെടുക്കാൻ ഓടിത്തരുന്ന മന്ത്രം തൗഹീദാണ്, ഈമാനാണ്. ഇതാണ് മൂന്നാമത്തെ കാര്യം. സഹോദരങ്ങളെ, നാലാമത്തെ കാര്യം തൗഹീദ്. തൗഹീദ് കൊണ്ട് മാത്രമാണ് നമ്മുടെ പ്രയാസങ്ങളും വിഷമങ്ങളും ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളും തീരുക. ശൈത്താൻ, പിശാച് അവൻ നമ്മിൽ ഇട്ടുതരുന്ന അനാവശ്യമായ ഭീതി, അനാവശ്യമായ ഉത്കണ്ഠകൾ, ഇതെല്ലാം മാറിക്കിട്ടാൻ
സ്വസ്ഥമായ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നടക്കാൻ പരീക്ഷണങ്ങൾ പിടിച്ചു കുലുക്കുമ്പോൾ, പ്രതിസന്ധികളുടെ തീച്ചുളയിൽ അള്ളാഹുലേക്ക് തിരിഞ്ഞു നടക്കാൻ നമ്മെ സഹായിക്കുന്നത് തൗഹീദ് മാത്രമാണ്. നോക്കൂ നിങ്ങൾ, പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും അവസാനത്തെ സൂറത്ത്, നമ്മുടെ മുമ്പിലിരിക്കുന്ന ചെറിയ കുട്ടികൾക്ക് പോലും മനഃപ്പാഠമുള്ള സൂറത്തിന്റെ മഹത്തായ പാഠം അതാണ് സൂറത്തുൻ നാസ്. സൂറത്തുൻ നാസ് എങ്ങനെയാണ് അള്ളാഹു ആരംഭിച്ചത്? ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, പറയുക നബിയെ, ജനങ്ങളുടെ റബ്ബിനോട് ഞാൻ സഹായം തേടുന്നു, ഞാൻ രക്ഷ ചോദിക്കുന്നു. മലിക്കിൻ നാസ്, ജനങ്ങളുടെ യജമാനനോട്, ഉടമസ്ഥനോട്, രാജാതിരാജനോട്. ഇലാഹിൻ നാസ്, ജനങ്ങളുടെ ആരാധ്യനോട്, ഇലാഹിനോട് ഞാൻ രക്ഷ തേടുന്നു, ഞാൻ അഭയം പ്രാപിക്കുന്നു, ഞാൻ ശരണം പ്രാപിക്കുന്നു എന്ന് പറയുക നബിയെ. ഇത് പ്രഖ്യാപിക്കുന്ന, മനസ്സിൽ തൗഹീദ് നിറഞ്ഞു തുളുമ്പി നാവിലൂടെ അള്ളാഹുവിനോട് ഇസ്തിആനത്ത് നടത്തുന്ന സൂറത്തുൻ നാസിന്റെ ആയത്തുകൾ ആശയം ഉൾക്കൊണ്ടുരുടുന്ന ഒരു മുഅ്മിൻ, അവനേതു പ്രയാസമാണ് പിടിച്ചു കുലുക്കുക, ഏത് വിഷമമാണ് അവൻ ഇളക്കുന്നവനാക്കുക, ഏതു പ്രതിസന്ധിയിലാണ് അവന് കാലിടറുക, അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്കാണ് അവന്റെ രക്ഷാചോദ്യം, അവന്റെ അഭയത്തേട്ടം, അവന്റെ ശരണം പ്രാപിക്കൽ അല്ലാഹുവിലേക്ക് മാത്രമാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് തിരിയുന്ന, രക്ഷ ചോദിക്കുന്ന മുവഹിദ് അവനൊരു പ്രയാസവും പ്രയാസമേയല്ല, അവനൊരു പ്രതിസന്ധിയും ദുനിയാവിൽ പ്രതിസന്ധിയേയല്ല. അവൻ അല്ലാഹുവിനെയാണ് അവലംബിച്ചിട്ടുള്ളത്. ഇത് തൗഹീദ് കൊണ്ട് ലഭിക്കുന്ന മറ്റൊരു നേട്ടമാണ്. ദുനിയാവിൽ വഴിപിഴച്ചു പോകാതിരിക്കാൻ, ആഖിറത്തിൽ സൗഭാഗ്യവാന്മാരെ സ്വർഗാവകാശികളിൽ ഉൾപ്പെടാൻ തൗഹീദ് മുറുകെ പിടിക്കുകയല്ലാതെ മറ്റൊരു മാർഗമില്ല. അല്ലാഹു പറഞ്ഞുവല്ലോ, ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദൻ, എന്നിൽ നിന്ന് നിങ്ങൾക്ക് ഹുദ, സന്മാർഗം വന്നെത്തിയാൽ, തൗഹീദ് അടിത്തറവാകിയ ദീനിന്റെ സന്മാർഗ ദർശനം നിങ്ങൾക്ക് വന്നെത്തിയാൽ, ഫമനിത്തബഅ ഹുദായ ഫലാ യദുല്ലു വലാ യഷ്ഖാ, ആരാണോ എന്റെ സന്മാർഗത്തെ പിൻപറ്റുന്നത്, ഫലാ യദുല്ലു, ദുനിയാവിൽ അവൻ വഴികേടിലാവുകയില്ല, ദുനിയാവിൽ അവന് മാർഗപ്രദർശനം സംഭവിക്കുകയില്ല, വലാ യഷ്ഖാ, നാളെ ആഖിറത്തിൽ ദൗർഭാഗ്യവാന്മാരിൽ, നരകാവകാശികളിൽ അവൻ ഉൾപ്പെടുകയുമില്ല. തിരിച്ച് അല്ലാഹു പറഞ്ഞു, വമൻ അഅറദ അൻ ദിക്രി, എന്റെ സ്മരണയിൽ നിന്ന്, തൗഹീദിൽ നിന്ന്, ഈമാനിൽ നിന്ന് ആര് പുറംതിരിയുന്നുവോ, ഫഇന്ന ലഹു മഈശതൻ ദൻക, അവനാണ് ഇടുങ്ങിയ ജീവിതം, അവനാണ് പ്രയാസമുള്ള ഞെരുക്കപൂർവമായ ജീവിതം, അവന് ജീവിതത്തിൽ സ്വസ്ഥതയുണ്ടാകുകയില്ല. അള്ളാഹുവിന്റെ ദീൻ വിട്ടാൽ, തൗഹീദിനെ കൈയൊഴിഞ്ഞാൽ, അള്ളാഹുവിന്റെ സ്മരണയിൽ നകന്നാൽ, അവൻ എത്ര വലിയ സമ്പന്നനാണെങ്കിലും, എത്ര വലിയ പ്രമാണിയാണെങ്കിലും, ദുനിയാവിലെ എത്ര വലിയ സ്ഥാനീയനാണെങ്കിലും, അവന്റെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ ഞെരുക്കവും എടുക്കവും അനുഭവിച്ച് അവൻ ഒഴുകിത്തീർന്ന് ദുനിയാവിൽ ഒടുങ്ങേണ്ടി വരും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. എന്നിട്ട് പറയുന്നു അല്ലാഹു, വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമ, അത്തരക്കാരെ ഖിയാമത്ത് നാളിൽ അല്ലാഹു അന്ധനായി, കാഴ്ചയില്ലാത്തവരായി പുനർത്തെഴുന്നേൽപ്പിക്കും. അപ്പോൾ അവർ ചോദിക്കുമെന്നാണ്, റബ്ബേ, ഞാൻ ദുനിയാവിൽ കാഴ്ചയുള്ളവനായിരുന്നല്ലോ, ലിമ ഹശർതനി അഅമ, പിന്നെ എന്തിനാണ് എന്നെ അന്ധനായി പുനർത്തെഴുന്നേൽപ്പിച്ചത്? അല്ലാഹു പറയും, അപ്രകാരം തന്നെയാണ്. ദുനിയാവിൽ എന്റെ ഉത്ബോധനങ്ങൾക്കെതിരെ, എന്റെ തൗഹീദിനെ മറന്ന് വിസ്മരിച്ചു ജീവിച്ചു. ഇന്ന് നീ വിസ്മൃതിയിൽ ആണ്ടുപോകുകയാണ്, നീയും വിസ്മരിക്കപ്പെടുകയാണ്, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ കാണാതെ അന്ധനായി പുനർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയാണ് എന്ന് അള്ളാഹു മറുപടി നൽകും. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വസ്ഥ സമ്പൂർണമായ, സമാധാനപൂർണമായ, നിർഭയത്വം കളിയാടുന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഹീദ് മുറുകെ പിടിച്ച് വിജയം നേടുന്ന, ദുനിയാവും ആഖിറവും വെട്ടിപ്പിടിക്കാൻ സാധിക്കുന്ന യഥാർത്ഥ മുവഹിദുകളിൽ, മുഅ്മിനീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه الفائزين برضا الله أما بعد فاتقوا الله عباد الله أوصيكم إياي ثانيا بتقوى الله. സഹോദരങ്ങളെ, തൗഹീദുള്ളവർക്ക് ലഭിക്കുന്ന പ്രധാനപ്പെട്ട ചില നേട്ടങ്ങൾ, തൗഹീദിന്റെ വിസ്മരിക്കാനാവാത്ത പ്രയോജനങ്ങൾ, അതിൽ ചിലതു മാത്രമാണ് ആദ്യ ഖുത്ബയിൽ നമ്മൾ കേട്ടത്. തൗഹീദുള്ളവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന മറ്റൊരു സംരക്ഷണം, ഭൗതികമായ അളവുകോലുകളോ സന്നാഹങ്ങളോ മാനദണ്ഡങ്ങളോ സൈനിക വ്യൂഹങ്ങളോ ഒന്നും അവർക്കൊന്നും സാധിക്കാത്ത,
അവരെ കൊണ്ടൊന്നും അളന്ന് തിട്ടപ്പെടുത്താനോ വിലയിരുത്താനോ ദുനിയാവിലെ എത്ര മേന്മയേറിയ കണ്ടുപിടുത്തങ്ങൾക്ക് ഉത്തരം നൽകാനോ സാധിക്കാത്ത അദൃശ്യമായ അഭൗതികമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സംരക്ഷണം, പ്രൊട്ടക്ഷൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏർപ്പെടുത്തുന്ന കാവൽ, അല്ലാഹു വാഗ്ദാനം നൽകുന്ന സെക്യൂരിറ്റി, ഇത് തൗഹീദ് കൊണ്ട് മാത്രം ലഭിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പിശാചുക്കളിൽ നിന്ന്, ക്ഷുദ്രശക്തികളിൽ നിന്ന്, മാരണവും ആഭിചാരവും കൂടോത്രവും ചെയ്യുന്ന സാഹിറന്മാരിൽ നിന്ന്, ദുരൂഹമായ നിഗൂഢമായ പ്രവർത്തനങ്ങൾ കൊണ്ട് മുസ്ലിമീങ്ങളെ നശിപ്പിക്കുന്ന ഇസ്ലാമിന്റെ ശത്രുക്കളിൽ നിന്ന്, അവരൊരു പക്ഷേ ഇസ്ലാമിന്റെ കുപ്പായമണിഞ്ഞ ചെന്നായ്ക്കളായേക്കാം, എങ്കിലും ശരി, ശുഭ്രവസ്ത്രധാരികളായേക്കാം, തലപ്പാവുധാരികളായേക്കാം, എങ്കിലും ശരി, ഇസ്ലാമിനെ നശിപ്പിക്കുന്ന നിഗൂഢമായ പൈശാചിക വൃത്തികൾ ചെയ്യുന്നവരിൽ നിന്ന് മുവഹിദുകൾക്ക് മാത്രമാണ് സംരക്ഷണം നൽകുക. സംശയമുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നാസിൽ നമ്മൾ ആദ്യ ഖുതുബയിൽ സൂചിപ്പിച്ച 3 ആയത്തുകൾക്ക് ശേഷം എന്താണ് നമ്മെ പഠിപ്പിച്ചത്? ഒരു മുഅ്മിനിന്റെ, മുസ്ലിമിന്റെ, മുവഹിദിന്റെ രക്ഷാചോദ്യം, മിൻ ശർറിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ് മിനൽ ജിന്നത്തി വന്നാസ്. മനുഷ്യരിലും സാക്ഷാൽ ജിന്നുകളിലും പെട്ട മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ദുർബോധനങ്ങൾ ഉണ്ടാക്കി, വസ്വാസുകൾ ഉണ്ടാക്കി, പിന്തിരിഞ്ഞു കളയുന്ന ക്ഷുദ്രശക്തികളിൽ നിന്ന്, അവർ മനുഷ്യരിൽപ്പെട്ടവരാകട്ടെ, ജിന്നുകളിൽപ്പെട്ടവരാകട്ടെ, സാക്ഷാൽ പിശാചുക്കളാകട്ടെ, അല്ലാഹുവേ നിന്നോടാണ് ഞങ്ങൾ രക്ഷ ചോദിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഇങ്ങനെ ചോദിക്കുന്ന ഒരു മുവഹിദ്, അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരിക്കാത്ത മാർഗത്തിലൂടെ സംരക്ഷണമേകും. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വാഗ്ദാനമാണത്. ഇന്നല്ലാഹു യുദാഫിഉ അനില്ലദീന ആമനു. മുഅ്മിനീങ്ങൾക്ക് നാം പ്രതിരോധം തീർക്കുന്നതാണ്. തൗഹീദുള്ളവർക്ക് അല്ലാഹു സംരക്ഷണം ഒരുക്കുന്നതാണ്. ഭൗതികമായി കണ്ണുകൊണ്ടും പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടും അനുഭവവേദ്യമാകുന്ന സംരക്ഷണത്തിനപ്പുറത്ത് അഭൗതികമായ അല്ലാഹുവിന്റെ സംരക്ഷണം അതെല്ലാവർക്കും വിലയിരുത്താൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത് ഈമാനുള്ള മുഅ്മിനീങ്ങൾക്ക് മാത്രമാണ്. വകാന ഹഖൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങളെ സഹായിക്കുക എന്നുള്ളത്, എല്ലാ അർത്ഥത്തിലും അവർക്ക് സംരക്ഷണം നൽകുക എന്നുള്ളത് അല്ലാഹു പറയുന്നു, ഞാൻ ബാധ്യത ഏറ്റെടുത്ത കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ബാധ്യത ഏറ്റെടുത്ത കാര്യമാണ്. നോക്കൂ നിങ്ങൾ സഹോദരങ്ങളെ, പിശാച്, സാക്ഷാൽ ശൈത്താൻ, അവൻ ബാങ്ക് കേൾക്കുന്നിടത്ത് പേടിച്ച് ഭീതിയോടെ പാഞ്ഞു പോകും. അത് കേൾക്കാത്ത ഇടത്തിലേക്ക്, ആ ഭീതിയിൽ അവന് കീഴ്ശ്വാസം സംഭവിക്കും എന്ന് സ്വഹീഹായ ഹദീസുകളിൽ കേൾക്കുന്നു. ബാങ്കുലി കേട്ടാൽ എന്താണ് ബാങ്കിന്റെ പ്രത്യേകത? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന തൗഹീദിന്റെ മന്ത്രധ്വനികളാണതിൽ. പിശാചിനെ സഹിക്കുകയില്ല. അതുകൊണ്ട് മുവഹിദിന്റെ തൗഹീദിന്റെ പ്രഖ്യാപനം സാക്ഷാൽ പിശാചുക്കൾ വരെ ഘാതങ്ങൾ അകറ്റും. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റസൂൽ പഠിപ്പിച്ച കാര്യമാണ്. ആയത്തുൽ കുർസി ഓതുന്ന ഒരു മുഅ്മിൻ, ആയത്തുൽ കുർസിയിൽ തൗഹീദിന്റെ വിളംബരമാണ്, തൗഹീദിന്റെ പ്രതിധ്വനികളും തെളിവുകളും പ്രമാണങ്ങളുമാണ് ആയത്തുൽ കുർസി. അതിൽ വാചകങ്ങളിൽ അടങ്ങിയിരിക്കുന്നത്. ആയത്തുൽ കുർസി ഓതുന്ന ഒരു മുഅ്മിൻ, അവൻ വിരിപ്പിലേക്ക് ഉറങ്ങുന്ന സമയത്ത് ആയത്തുൽ കുർസി ഓതി വിരിപ്പിനെ പുൽകിയാൽ, കിടപ്പറയെ സമീപിച്ചാൽ, പിറ്റേന്ന് നേരം വെളുക്കുന്നത് വരെ ഒരു ക്ഷുദ്രശക്തിയും ഒരു പിശാചും അവനിലേക്ക് സമീപിക്കുകയില്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാഗ്ദാനമാണ്. സഹോദരങ്ങളെ, ഇതിനേക്കാൾ അപ്പുറത്ത് നൈമിഷികമായ അനശ്വരമായ ഈ ദുനിയാവിൽ അനുഭവിക്കുന്ന സുഖങ്ങളും സമാധാനങ്ങളും സംരക്ഷണവും നിർഭയത്വവും, അതിനപ്പുറത്ത് ശാശ്വതമായ അനശ്വരമായ യഥാർത്ഥ ജീവിതത്തിൽ പരലോകത്തിൽ സുഖവും സമാധാനവും അനുഭൂതികളും ലഭിക്കുന്നത് തൗഹീദുള്ളവർക്ക് മാത്രമാണ്. അല്ലാഹു പറഞ്ഞതുപോലെ, ഇന്നൽ അബ്റാറ ലഫീ നഈം, തൗഹീദ് മുറുകെ പിടിച്ച സുഗന്ധവാന്മാർ അവർ സുഖാനുഭൂതികളിൽ കളിയാടുന്നവരായിരിക്കും നാളെ സ്വർഗത്തിൽ. ഇന്നലിൽ മുത്തഖീന മഫാസ, തൗഹീദ് കൊണ്ട് സമ്പന്നമായ തഖ്വ സംഭരിച്ച മുഅ്മിനീങ്ങൾ അവർക്കാണ് വിജയം. ഇന്നലിൽ മുത്തഖീന ഇൻദ റബ്ബിഹിം ജന്നാത്തുൻ നഈം, മുത്തഖീങ്ങൾ തൗഹീദുള്ളവർ അവർക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ സ്വർഗ്ഗത്തോപ്പുകൾ കൊണ്ടുള്ള അനുഗ്രഹങ്ങൾ ലഭിക്കുക. വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ, തൗഹീദ് മുറുകെ പിടിച്ച മുത്തഖീങ്ങൾക്കാണ് നല്ല പര്യവസാനം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായവും പിൻബലവും നമുക്ക് ഏറ്റവും ആവശ്യം മരിക്കുന്ന വേളയിലാണ്. മരിക്കുന്ന വേളയിൽ അവസാന ശ്വാസത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ പ്രഖ്യാപനം
കലിമത്തു ഷഹാദ ഉരുവിടാൻ സാധിക്കുന്നവർ തൗഹീദുള്ളവരാണ്. യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനു ബിൽ ഖൗലി സാബിത് ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ മരിക്കുന്ന വേളയിലും നാളെ ആഖിറത്തിലും ഖബറിൽ ചോദ്യം ചെയ്യുമ്പോൾ അവിടെ ഉത്തരം പറയാനും സാധിക്കുന്ന പിൻബലം സുസ്ഥിരമായ വാക്കുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് സ്ഥൈര്യം നൽകുന്നവർ തൗഹീദുള്ളവരാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. തൗഹീദ് നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കണം. തൗഹീദ് നമ്മൾ പുതുക്കിക്കൊണ്ടേയിരിക്കണം. തൗഹീദ് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം. തൗഹീദ് ആകാശത്തിലെ മേഘങ്ങൾക്ക് സമാനമായി, സമുദ്രത്തിലെ തിരമാലകൾക്ക് സമാനമായി, മണൽത്തരികൾക്ക് സമാനമായി നമ്മൾ ശബ്ദിച്ചുകൊണ്ടേയിരിക്കണം. മറന്നുകൂടാ. ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കട്ടെ. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തൗഹീദിന് വേണ്ടി പ്രബോധനം ചെയ്തു, തൗഹീദിലേക്ക് ആളുകളെ ക്ഷണിച്ച്, സ്വന്തം നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ട് മക്കയിൽ നിന്ന് ഹിജറ പോയി മദീനയിലെത്തിയതിനു ശേഷം 10 വർഷം ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു, ജനങ്ങളെ, ആളുകൾ കൂടുന്നിടത്തെല്ലാം നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുവിൻ, നിങ്ങൾ വിജയിക്കും എന്ന് പ്രഖ്യാപിച്ച് തൗഹീദിനു വേണ്ടി ജീവിച്ച് സ്വന്തം പിറന്ന മണ്ണിൽ പീഡനങ്ങൾ ഏറ്റുവാങ്ങി മദീനയിലേക്ക് 10 വർഷങ്ങൾക്ക് ശേഷം ഹിജറ പോയതിനു ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ റസൂലിനെ മദീനയിൽ വെച്ച് ആയത്തിറക്കുകയാണ്. ഹിജറയ്ക്ക് ശേഷം സൂറത്തു മുഹമ്മദിലെ ആയത്ത്, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അറിയുക, നീ പഠിക്കുക, നീ മനസ്സിലാക്കുക, മുഹമ്മദ് അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇബാദത്തിന് അർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല എന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മന്ത്രധ്വനി നീ അറിയുക, നീ പഠിക്കുക എന്ന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തൗഹീദിന് വേണ്ടി ഹിജറ പോകപ്പെട്ട തൗഹീദിന്റെ ഏറ്റവും വലിയ സാക്ഷിയായ മഹാനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് ഈ കൽപ്പന. നമ്മൾ എത്രമേൽ ഈ തൗഹീദ് പുതുക്കാനും പഠിക്കാനും പഠിച്ചുകൊണ്ടേയിരിക്കാനും അതിലായി ജീവിച്ചുകൊണ്ടേയിരിക്കാനും അതിലായി മരിക്കാനും ബാധ്യസ്ഥരാണ്. അല്ലാഹു ഇതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജ്അൽനാ ലിൽമുത്തഖീന ഇമാമാ. اللهم ارحم والدينا كما ربونا صغارا. اللهم ارحم والدينا كما ربونا صغارا. اللهم ارحم والدينا كما ربونا صغارا. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بانواع رحمتك يا ارحم الراحمين والحمد لله رب العالمين وصلى الله وسلم وبارك على نبينا محمد وعلى اله وصحبه اجمعين.